ആരെയാ? എന്നെയാണോ? ആടോ, അന്നെ തന്നെ. ഈ കൊറേ നേരമല്ലോ പുറത്തേക്ക് നോക്കി ഇങ്ങനെ നിക്കുന്നത്. എന്ത് രസല്ലേ ഇങ്ങനെ പുറത്തേക്ക് നോക്കി നിക്കാൻ. നല്ല ഭംഗിയുണ്ട്. ആ, അത് ശരിയാ. പുറത്തേക്ക് നോക്കി നിൽക്കാൻ നല്ല സുഖ. ഇതിന്റെ അകത്തെ കാര്യ കഷ്ടം. എന്ത് കഷ്ടോ? ഇവിടെ അസുഖം മാറ്റാൻ വേണ്ടി വരുന്നതല്ലേ. ഒന്ന് നോക്ക്, എന്ത് നല്ല സ്വഭാവം എല്ലാവർക്കും. ഏതൊക്കെയോ നാട്ടിലുള്ള പലവിധ മനുഷ്യന്മാര്, എല്ലാവർക്കും നല്ല ഐക്യവും സ്നേഹവും സഹകരണവും. ആ പറഞ്ഞത് ശരിയാട്ടോ. ഒരു അസുഖം വരുന്നവരേ ഉള്ളൂ ഈ പരക്കം പാച്ചിലും ബഹളവും. വയ്യാണ്ടായി കട്ടിൽ വീണ അവിടെ കഴിഞ്ഞു കഥ. അയ്യോ, എന്തു പറ്റി? ഒരു ക്ഷീണം പോലെ. അതൊന്നും പറയണ്ട. ഇന്നലെ ഒരു തടിമാടൻ രോഗിനെ കൊണ്ട് നടന്നതാ. ഈ വരാന്ത മുഴുവനും എക്സ്റേ, സ്കാനിങ്ങും ബ്ലഡ് ടെസ്റ്റും. ഒന്നും പറയണ്ട. അവസാനം ഞാനൊരു ബൈക്കായി. കണ്ടില്ലേ, എന്റെ ചക്രങ്ങളൊക്കെ പണിയായി. കഷ്ടം. പറയാനുണ്ടോ? ഒടുവിൽ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഒരു സൈഡ് കൊണ്ടുപോയിട്ട് ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ ഞാൻ അവിടെ കിടന്നു. എന്താ ഈ ചിരിക്കുന്നത്? ഞാൻ ഇന്നലത്തെ എന്റെ ഒരു അവസ്ഥ ആലോചിച്ച് പോയതാ. എന്തു പറ്റി? പ്രായമായ ഒരു അപ്പൂപ്പനെ ഒന്നിനും കൊണ്ടുപോയതാ. എന്തിന്? ഒന്നിനെ ബാത്റൂമില് ഒരു ചെറുപ്പക്കാരൻ ചെക്കനെ എന്റെ കൈയും പിടിച്ച് നടന്ന് വൈക്കി വെച്ച് അവനൊരു ഫോൺ കോള്. അത് നന്നായി. എന്നിട്ട് എന്തായി? എന്താവാ, ഓ ഫോണില് വർത്താനം പറഞ്ഞ് അപ്പൂപ്പനെ മറന്ന് മൂപ്പനിന്റെ മേല് കാര്യവും സാധിച്ചു. നമ്മൾ എന്തൊക്കെ സഹിക്കണല്ലേ. അതെ അതെ. അവരുടെ കാര്യമാണ് പരമ കഷ്ടം. കാഷ്വാലിറ്റിയില്, ഓപ്പറേഷൻ തിയേറ്ററില്, മോർച്ചറിയില് ഒക്കെ കയറിറങ്ങേണ്ടി വരും. എന്നും വല്ലാത്ത വിധി. ശരിയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ആണേലും അവശരായ രോഗികൾക്കും കൂടെ ഉള്ളവർക്കും ഒക്കെ നമ്മളൊരു നല്ല ആശ്വാസമാണല്ലേ. തീർച്ചയായിട്ടും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ.